ഹലോ, ഞാൻ എ ജി ബഷീർ. AGB ബ്ലോഗിലേക്ക് സ്വാഗതം. സെക്കൻഡറി ഹയർ സെക്കൻഡറി റിസൾട്ടുകൾ SSLC +2 റിസൾട്ടുകൾ വരികയാണല്ലോ. അപ്പോൾ നമുക്ക് വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട് ഇനി എങ്ങോട്ട് പോകണം, സെക്കൻഡറി കഴിഞ്ഞ കുട്ടികൾ, 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾ, അവരുടെ മുന്നിലുള്ള സാധ്യതകൾ എന്തൊക്കെയാണ്? പഴയ സങ്കല്പങ്ങളൊക്കെ മാറിയിരിക്കുകയാണ്. ഇപ്പോൾ പുതുതായി വരുന്ന കുട്ടികൾ പുതിയ രീതിയിൽ എന്തെങ്കിലും ഒരു ജോലി കിട്ടുക എന്നതിനപ്പുറത്ത് ആ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന, അവർക്ക് ആത്മസംതൃപ്തി നൽകുന്ന, തൃപ്തി നൽകുന്ന, അവർക്ക് ആ കരിയറിൽ ആ ജോലിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ, അത് തൃപ്തികരമായിട്ട് ചെയ്യാൻ പറ്റുന്ന അവരുടെ കൂടി അഭിരുചി നോക്കിയിട്ടാണ് ഇപ്പോഴും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. കുട്ടികൾ അത്തരത്തിലാണ് കുട്ടികളും തിരഞ്ഞെടുക്കുന്നത്. രക്ഷിതാക്കളുടെ ഇഷ്ടപ്രകാരമല്ല, രക്ഷിതാക്കൾ എന്താകണം എന്ന് ആഗ്രഹിക്കുന്നതിനനുസരിച്ചല്ല, കുട്ടികൾ അവരുടെ അഭിരുചി, അവരുടെ താല്പര്യങ്ങൾ, അവർക്ക് അതിൽ തിളങ്ങാൻ പറ്റുന്ന സാധ്യതകൾ, ഇതൊക്കെ വെച്ച് നോക്കിയിട്ടാണ് പുതിയ തലമുറയിലെ കുട്ടികൾ കാര്യങ്ങൾ, അവരുടെ ജീവിതം, അവരുടെ ജോലികൾ ഒക്കെ തയ്യാറാക്കുന്നത്. അതിനനുസരിച്ചുള്ള പഠനമാണ് ഇനി അങ്ങോട്ട് വേണ്ടത്. അപ്പം നമ്മുടെ സെക്കൻഡറി 10ാം ക്ലാസ് റിസൾട്ട് വന്ന സമയത്ത് എല്ലാ വീടുകളിലും അപ്പം ജയിച്ചു വന്ന കുട്ടികൾ ഇനി എന്താക്കണം, ഇനി ഏത് കോഴ്സിന് പോകണം, ആ കുട്ടികളും രക്ഷിതാക്കളും തമ്മിലുള്ള ചർച്ചകൾ, അധ്യാപകരുമായുള്ള ചർച്ചകൾ അവിടെ നടക്കുന്ന സമയമാണല്ലോ ഇപ്പോൾ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ആയിരിക്കണം ഈ കാര്യങ്ങളിൽ ഒരു തീരുമാനത്തിലെത്തേണ്ടത്. കുട്ടികളും അതുപോലെ തന്നെ രക്ഷിതാക്കളും ഒക്കെ കാണേണ്ട ഒരു ചാനലാണ്, ഒരു കാര്യമാണ് ഞാനിപ്പോൾ പറയുന്നത്. നമുക്ക് വിദ്യാർത്ഥികളുടെ കാര്യം തന്നെ എടുത്തു നോക്കാം. വിദ്യാർത്ഥികൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ 3 കാറ്റഗറി ആയിട്ട് നമുക്ക് വിദ്യാർത്ഥികളെ തരംതിരിക്കാം. ഒന്ന്, ദീർഘമായി പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾ, നന്നായി പഠിക്കുന്ന കുട്ടികൾ, അവർ കൂടുതൽ കാലം 7-8 വർഷമൊക്കെ പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾ, അവർ പഠനത്തിൽ കൂടുതൽ താല്പര്യം കാണിക്കുകയും രാത്രിയൊക്കെ ഉറക്കൊഴിഞ്ഞ് അതുപോലെ തന്നെ ആ സബ്ജക്റ്റിൽ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് പഠിക്കുന്ന കുട്ടികൾ. രണ്ടാമത്തെ കാറ്റഗറിയിൽ പഠിക്കുന്ന കുട്ടികൾ തന്നെയാണ്, ഒരു ശരാശരി, അങ്ങനെ ഒരു മീഡിയം, വളരെ കൃത്യമായിട്ട് ദീർഘമായിട്ട് പഠിക്കുന്ന കുട്ടികളല്ല, ഒരു ശരാശരി കുട്ടികൾ, ഒരു ഡിഗ്രി വരെ പഠിക്കാം, ഒരു അധ്യാപകനാകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നല്ലൊരു ജോലിയിലേക്ക്, സാധാരണ രീതിയിലുള്ള ജോലിയിലേക്ക് പോകാൻ പറ്റുന്ന കുട്ടികൾ, അങ്ങനെയുള്ള താല്പര്യമുള്ള കുട്ടികൾ, അതിനനുസരിച്ചുള്ള സാഹചര്യമുള്ള കുട്ടികൾ, അങ്ങനെ അത്തരത്തിൽ ആ കുട്ടികളെ നമുക്ക് പരിഗണിക്കാം. മൂന്നാമത്തെ കാറ്റഗറിയിൽ നിന്ന് കുട്ടികൾ, അവർ ആണെങ്കിൽ പെട്ടെന്ന് ജോലിയിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾ, കൂടുതൽ കാലമൊന്നും എനിക്ക് പഠിക്കാൻ പറ്റില്ല, പെട്ടെന്ന് ജോലി കിട്ടിയാൽ അത്ര നല്ലത്, അതിനനുസരിച്ചുള്ള സാഹചര്യമേ ഉള്ളൂ, പഠിക്കാനുള്ള താല്പര്യം അത്രേ അവർക്ക് ആവുള്ളൂ, അങ്ങനെയുള്ള താല്പര്യമുള്ള കുട്ടികൾ. അങ്ങനെ നമുക്ക് 3 കാറ്റഗറിയിലേക്ക് എടുത്തു കഴിഞ്ഞാൽ, കുട്ടികളെ ഈ 3 കാറ്റഗറിയിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് പ്ലാൻ ചെയ്ത് ഇപ്പോൾ തന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സുനിശ്ചിതമായ ഒരു വിജയം എല്ലാവർക്കും ഉണ്ടാവും. അപ്പം നമ്മുടെ ലക്ഷ്യം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. എന്താണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്, എവിടെ എത്തണം എന്നതിനെക്കുറിച്ചുള്ള ഒരു പ്ലാനിങ് ഇപ്പം തന്നെ ആവശ്യമാണ്. അതിനനുസരിച്ച് നമുക്ക് 10ാം ക്ലാസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫൗണ്ടേഷൻ ആയി കഴിഞ്ഞു, വിദ്യാഭ്യാസത്തിൻ്റെ ഒരു അടിത്തറ വന്നു കഴിഞ്ഞു. ഇനി അങ്ങോട്ട് തീരുമാനം എടുക്കുന്നത് ഏത് സെഗ്മെൻറ്റിലേക്ക് പോകണം, അല്ലേ? അത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകേണ്ട ഒരു സമയമാണിപ്പോൾ. അതിനനുസരിച്ചുള്ള പ്ലാൻ ഇപ്പം തന്നെ തുടങ്ങിക്കഴിഞ്ഞാൽ സുനിശ്ചിതം വിജയത്തിലെത്താൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പം നമ്മുടെ മുന്നിൽ ഏറ്റവും ആദ്യമായിട്ട് നമ്മുടെ ചിന്തകളിൽ വരിക ഈ SSLC കഴിഞ്ഞു കഴിഞ്ഞാൽ +2നെ കുറിച്ചാണ്, +1 അല്ലെ, ഹയർ സെക്കൻഡറിയെ കുറിച്ചുള്ള ചിന്തയാണ് നമ്മുടെ മനസ്സിലേക്ക് വരിക. അങ്ങനെ വിവിധങ്ങളായ മേഖലകൾ പഠിക്കാനുണ്ട്. ഹയർ സെക്കൻഡറി ഉണ്ട്, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഉണ്ട്, അതുപോലെ തന്നെ പോളിടെക്നിക്കുകളുണ്ട്, അതുപോലെ ITI ഉണ്ട്. അങ്ങനെ വിവിധ മേഖലകൾ തിരഞ്ഞെടുക്കാൻ കുട്ടികൾക്ക് പറ്റും. അപ്പോൾ അതിനനുസരിച്ച് നമ്മളിപ്പോൾ സയൻസിൽ താല്പര്യമാണ്, ഒരു ഡോക്ടർ ആവണം, ഇല്ലെങ്കിൽ എഞ്ചിനീയർ ആവണം എന്നാഗ്രഹിക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അവർക്ക് അതിനനുസരിച്ചുള്ള സയൻസാണ് ഏറ്റവും നല്ലത്. അപ്പോൾ സയൻസിൽ തന്നെ വിവിധ പദ്ധതികളുണ്ട്. ചിലർക്ക് മാത്സ് പഠിക്കാൻ താല്പര്യമുണ്ടാവില്ല, മെഡിക്കലിൽ മാത്രമാണ് പോകേണ്ടത്. അത്തരക്കാർക്ക് വേണമെങ്കിൽ മാത്സ് ഒഴിവാക്കിക്കൊണ്ട് ബയോളജി മാത്രം പഠിച്ചുകൊണ്ട് ഹയർ സെക്കൻഡറി പൂർത്തിയാക്കാൻ പറ്റും, അതിന് മെഡിക്കലിലേക്ക് പോകാൻ പറ്റും. അങ്ങനെ വിവിധങ്ങളായ മേഖലകൾ നമ്മുടെ മുന്നിൽ ഉള്ള സമയത്ത് നമ്മൾ തന്നെ അത് കൃത്യമായി ഹ്യൂമാനിറ്റീസിൻ്റെ സാധ്യതകൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതുപോലെ കൊമേഴ്സിൻ്റെ സാധ്യതകൾ, കൊമേഴ്സിൽ ഏറ്റവും ഉയർന്ന ജോലി കിട്ടുന്ന, ഇപ്പോഴേറ്റവും കൂടുതൽ ഡിമാൻഡുള്ള CA പോലുള്ള കോഴ്സുകളിലേക്ക് നമ്മുടെ നാട്ടിലെ കുട്ടികൾ പോകുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് തീരുമാനമെടുക്കാം. CA പോകുമ്പോൾ CA കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ കുറേ കൂടി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറേ കൂടി നമ്മൾ അത് ശ്രദ്ധിച്ച് പഠന കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ CA കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ചെറിയ രീതിയിലൊരു മീഡിയം കുറച്ചു കാലം കൊണ്ട് പെട്ടെന്നാകാൻ പറ്റും എന്നുള്ള രൂപത്തിൽ ആവില്ല. നന്നായി പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ CA കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. CA കംപ്ലീറ്റ് ചെയ്യാൻ നല്ലൊരു ജോലി, ഏറ്റവും ഒരു കൊമേഴ്സിന് അക്കൗണ്ടിങ് മേഖലയിലെ ഏറ്റവും ഉയർന്ന ഒരു തലമാണ് CA എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം ജോലികളിലേക്ക് പോകാൻ പറ്റും. അതൊക്കെ ചിന്തിച്ചുകൊണ്ട് നമ്മൾ തീരുമാനമെടുക്കേണ്ട സമയമാണ്. നമുക്ക് ഏതായാലും ഈ വിഷയങ്ങളൊക്കെ കൂടുതലായി പ്രതിപാദിക്കണമെന്നുണ്ട്. ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഓരോ
കാര്യങ്ങളിലും ഓരോ യൂട്യൂബ് തന്നെ ഓരോ വീഡിയോ തന്നെ ചെയ്യേണ്ടി വരും. അത്രമാത്രം ഉണ്ട് അതിന് ദൈർഘ്യം. കാരണം നമ്മളിപ്പം സയൻസ് എടുത്തു കഴിഞ്ഞാൽ സയൻസിലെ വിവിധങ്ങളായ ഏരിയകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്, അപ്പോൾ ഒരു ഡോക്ടറാവുന്ന ആളുകൾ ഇപ്പം തന്നെ +1 പോകുമ്പോൾ തന്നെ എൻട്രൻസിൻ്റെ കോച്ചിങ് തുടങ്ങി. അപ്പോൾ എടുത്തു കഴിഞ്ഞ് അതിനുശേഷം അവർക്ക് മുന്നോട്ടുള്ള സാധ്യതകൾ ഒരുപാടുണ്ട്. അതുപോലെ MBBSന് പോകാം. MBBSന് ശേഷം ഇപ്പോഴും ഒരു കാലി MBBS കൊണ്ട് ഇപ്പോഴും ഒരു കാര്യമില്ലാത്തൊരവസ്ഥയാണ്. കാരണം ഏതെങ്കിലും ഒരു മേഖലയിൽ സ്പെഷ്യലൈസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ PG കൂടി ഉദ്ദേശിച്ചുകൊണ്ടാകണം MBBSന് പോകുന്ന കുട്ടികൾ പോകേണ്ടത്. അപ്പോൾ ആ രീതിയിൽ പ്ലാൻ ചെയ്തുകൊണ്ട്, അതുപോലെ തന്നെ സയൻസിന് എഞ്ചിനീയറിംഗ് എടുക്കുന്ന കുട്ടികൾ IITയിൽ പോകാൻ പറ്റുന്ന രൂപത്തിൽ അതിനനുസരിച്ച് ഇപ്പം തന്നെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അത്തരത്തിൽ ഏറ്റവും ഉയർന്ന തലങ്ങളിലേക്ക് ഏറ്റവും നല്ല ഒരു കോഴ്സിലേക്ക് പോയി കഴിഞ്ഞാൽ നല്ലൊരു ജോലി അവർക്ക് ഉറപ്പായിട്ടും കിട്ടുന്നുണ്ട്. അന്താരാഷ്ട്ര തലങ്ങളിൽ തന്നെ അമേരിക്കയിലൊക്കെ വലിയ ഡിമാൻഡുള്ള, ഇപ്പോഴും നല്ല ഡിമാൻഡുള്ള ഒരു ഗൾഫ് രാഷ്ട്രങ്ങളിലായാലും എവിടെയായാലും നല്ല ഒരു ഡിമാൻഡുള്ള കോഴ്സ് തന്നെയാണ് എഞ്ചിനീയറിംഗ്. നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുക എന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഈ ഹയർ സെക്കൻഡറി തലങ്ങളിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് എൻട്രൻസ് പാസ്സായി ഏറ്റവും ഉന്നതിയിലെത്തിയാൽ മാത്രമേ സാധ്യമാവുള്ളൂ. അതുപോലെ തന്നെ കൊമേഴ്സ് എടുത്തു കഴിഞ്ഞാൽ കൊമേഴ്സിൽ ഒരുപാട് സാധ്യതകളുണ്ട്. ഈ സാധ്യതകളൊക്കെ നമുക്ക് പ്രയോജനപ്പെടുത്തേണ്ടത്. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കുട്ടികളെ 3 കാറ്റഗറി ആക്കുമ്പോൾ അവർ എത്തരത്തിൽ പോകണം, എത്രയും പെട്ടെന്ന് ജോലിയിൽ പോകേണ്ട കുട്ടികളാണെങ്കിൽ അവർ പോകേണ്ടത് ഹയർ സെക്കൻഡറിയിൽ പോകുമ്പോൾ തന്നെ അവർ PTI, പോളിടെക്നിക്ക് പോലുള്ള തൊഴിലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മേഖല, ഏതെങ്കിലും ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു മേഖല അവർ നോക്കേണ്ടതുണ്ട് എന്നതാണ് അതിൻ്റെ വ്യക്തത വരുന്നത്. അത്തരം രീതിയിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് ജോലിയിലേക്ക് പോകാൻ പറ്റുന്ന സാധ്യത കൂടി മുന്നിലുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഒരു തീരുമാനത്തിൽ എത്തുന്നതിന് മുമ്പ് വിശദമായിട്ട് എങ്ങനെ പോകണം എന്നതിനെക്കുറിച്ചുള്ള ഒരു ഡിസ്കഷൻ, ഒരു ലക്ഷ്യം ഏറ്റവും പ്രധാനമാണ്. എപ്പോഴും ജോലിയിലേക്ക് പോകണം, എപ്പോഴും നമ്മൾ ക്വാളിഫൈ ആകണം എന്നുള്ള രൂപത്തിലുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ദീർഘമായിട്ട് അത്തരം കാര്യങ്ങളിൽ ഒരു ചർച്ച ആവശ്യമാണ്. നമുക്ക് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വീഡിയോകൾ ചെയ്യാം. അതിൽ നമ്മൾക്ക് ഓരോ സെഗ്മെൻറ്റ് വൈസ് നമുക്ക് കാര്യങ്ങൾ പറയാം. അതിന് നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമുണ്ട്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം അടുത്ത വീഡിയോയുമായി. ഗുഡ് ബൈ.